എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 നവംബറിൽ നടന്ന കേടെറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ പാർട്ട് 1 സൈക്കോളജിയാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാം. ചോദ്യം നമ്പർ 1. ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധി സിദ്ധാന്തത്തിന്റെ പേര് എന്താണ്? ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധി സിദ്ധാന്തത്തിന്റെ പേര് എന്താണ്? ദ തിയറി ഓഫ് ഇന്റലിജൻസ് പ്രൊപ്പോസ്ഡ് ബൈ ഗിൽഫോർഡ്. എ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അഥവാ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ബി. ട്രയാർക്കിക് സിദ്ധാന്തം അഥവാ ട്രയാർക്കിക് തിയറി. സി. ദ്വിഘടക സിദ്ധാന്തം അഥവാ 2 ഫാക്ടർ തിയറി. ഡി. ബുദ്ധിയുടെ ഘടനാ മാതൃക സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ. ഉത്തരം ഡി ആണ്. ബുദ്ധിയുടെ ഘടനാ മാതൃക സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ. ഡി ആണ് ഉത്തരം. 2. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? Which of the following increases the rate of responding? എ. ധനാത്മക പ്രബലനം അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ബി. ഋണാത്മക പ്രബലനം അഥവാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. സി. എയും ബിയും ബോത്ത് എ ആൻഡ് ബി. ഡി. ശിക്ഷ അഥവാ പണിഷ്മെന്റ്. ഉത്തരം സി ആണ്. എയും ബിയും അഥവാ ബോത്ത് എ ആൻഡ് ബി എന്ന സി എന്ന ഓപ്ഷനാണ് ഉത്തരം. അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും അഥവാ ധനാത്മക പ്രബലനവും ഋണാത്മക പ്രബലനവും പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. സി എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം 3. ഒരു അധ്യാപിക തന്റെ സഹപ്രവർത്തകരോടുള്ള ദേഷ്യം കുട്ടികളോട് പ്രകടിപ്പിക്കുന്നു. ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത് ഒരു അധ്യാപിക തന്റെ സഹപ്രവർത്തകരോടുള്ള ദേഷ്യം കുട്ടികളോട് പ്രകടിപ്പിക്കുന്നു. ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത് എ ടീച്ചർ റിഫ്ലക്ട്സ് ഹെർ ആംഗർ ഫ്രം ഹെർ കൊളീഗ് ടു സ്റ്റുഡൻസ്. ഇറ്റ് ഈസ് an example ഓഫ് എ. പ്രതിപ്രവർത്തന രൂപീകരണം റിയാക്ഷൻ ഫോർമേഷൻ. ബി. പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. സി. അനുപൂരണം അഥവാ കോമ്പൻസേഷൻ. ഡി. ആദേശനം അഥവാ ഡിസ്പ്ലേസ്മെന്റ്. ഉത്തരം ഡി ആണ്. ആദേശനം അഥവാ ഡിസ്പ്ലേസ്മെന്റ്. ഡി ആണ് ഉത്തരം. 4. ഒരു ബുദ്ധി പരീക്ഷയിൽ ഒരു കുട്ടിയുടെ IQ 140 എന്ന് മനസ്സിലായി. ആ കുട്ടി ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുന്നു? ഒരു ബുദ്ധി പരീക്ഷയിൽ ഒരു കുട്ടിയുടെ IQ 140 എന്ന് മനസ്സിലായി. ആ കുട്ടി ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുന്നു? An intelligence test revealed that the IQ score of a child is 140. To which category does he belong? A. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവൻ മെന്റലി ചലഞ്ചഡ്. ബി. പഠന വൈകല്യമുള്ളവൻ ലേണിംഗ് ഡിസാബിൾഡ്. സി. ശാരീരിക വെല്ലുവിളി നേരിടുന്നവൻ ഫിസിക്കലി ചലഞ്ചഡ്. ഡി. ബൗദ്ധികമായി ഉന്നത നിലവാരമുള്ളവൻ ഇന്റലക്ച്വലി സുപ്പീരിയർ. ഉത്തരം ഡി ആണ്. ബൗദ്ധികമായി ഉന്നത നിലവാരമുള്ളവൻ ഇന്റലക്ച്വലി സുപ്പീരിയർ. ഡി ആണ് ഉത്തരം. 5. ഒരു കായിക നൈപുണി അഥവാ മോട്ടോർ സ്കിൽ ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം ഏതാണ്? ഒരു കായിക നൈപുണി ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം ഏതാണ്? വിച്ച് തിയറി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു ഡിസ്ക്രൈബ് ദ അക്വിസിഷൻ ഓഫ് എ മോട്ടോർ സ്കിൽ? എ. മാനവികതാ സിദ്ധാന്തം അഥവാ ഹ്യൂമനിസ്റ്റിക് തിയറി. ബി. പഠനത്തെ സംബന്ധിച്ച ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ്. സി. പൗരാണിക അനുബന്ധന സിദ്ധാന്തം തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഡി.
ശ്രമപരാജയ പഠന സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഉത്തരം ഡി ആണ്. ശ്രമപരാജയ പഠന സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. 6. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ബുദ്ധി പരീക്ഷയ്ക്ക് ഉദാഹരണം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ബുദ്ധി പരീക്ഷയ്ക്ക് ഉദാഹരണം? Which of the following is an example for intelligence test? A. Stanford Binet test. B. Rorschach ink blot test. C. Thematic assumption test. D. Differential aptitude test. ഉത്തരം എ ആണ്. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്. ചോദ്യം നമ്പർ 7. സർഗാത്മകതയ്ക്ക് അനിവാര്യമായ ഘടകം ഏതാണ്? സർഗാത്മകതയ്ക്ക് അനിവാര്യമായ ഘടകം ഏതാണ്? Which of the following factor is essential for creativity? A. സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം. ബി. അനുരൂപത അഥവാ കൺഫോർമിറ്റി. സി. സംവ്രജ ചിന്തനം അഥവാ കൺവെർജന്റ് തിങ്കിങ്. ഡി. ആശ്രയത്വം അഥവാ ഡിപ്പെൻഡൻസി. ഉത്തരം എ ആണ്. സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം. 8. താഴെ പറയുന്ന ആശയങ്ങളിൽ ഒന്നൊഴികെ മറ്റെല്ലാം പിയാഷെയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടവയാണ്. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? താഴെ പറയുന്ന ആശയങ്ങളിൽ ഒന്നൊഴികെ മറ്റെല്ലാം പിയാഷെയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടവയാണ്. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? The following concepts are related to Piaget's theory of cognitive development except one. Find the odd one. A. സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ. ബി. സ്വാംശീകരണം അഥവാ അസിമിലേഷൻ. സി. കൈത്താങ് നൽകൽ അഥവാ സ്കഫോൾഡിംഗ്. ഡി. സ്കീമ. ഉത്തരം സി ആണ്. കൈത്താങ് നൽകൽ. പിയാഷെയുടെ വൈജ്ഞാനിക വികാസവുമായി പിയാഷെയുടെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധമില്ലാത്തത് സി ആണ്. കൈത്താങ് നൽകൽ, സ്കഫോൾഡിംഗ്. ബാക്കിയുള്ളവയെല്ലാം അദ്ദേഹത്തിന്റെ ആ തിയറിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അക്കോമഡേഷൻ, അസിമിലേഷൻ, സ്കീമ, അവയൊക്കെ അദ്ദേഹത്തിന്റെ തിയറിയുമായി ബന്ധമുള്ളതാണ്. ബന്ധമില്ലാത്തത് സി ആണ്. കൈത്താങ് നൽകൽ അഥവാ സ്കഫോൾഡിംഗ്. ചോദ്യം നമ്പർ 9. 1995 വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച ആക്ട് അഥവാ PWD ആക്ട് പകരം വെക്കപ്പെട്ടത് ദ പേഴ്സൺസ് വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട് അഥവാ PWD ആക്ട് 1995 വാസ് റീപ്ലേസ്ഡ് ബൈ PWD ആക്ട് 2007, PWD ആക്ട് 2016, PWD ആക്ട് 2019, PWD ആക്ട് 2013. ഉത്തരം ബി ആണ്. PWD ആക്ട് 2016 ബി ആണ് ഉത്തരം. 10. ഡാനിയൽ ഗോൾമാന്റെ സിദ്ധാന്തം അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡാനിയൽ ഗോൾമാന്റെ സിദ്ധാന്തം അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡാനിയൽ ഗോൾമാൻസ് തിയറി ഈസ് ബേസിക്കലി റിലേറ്റഡ് ടു എ. വൈകാരിക വികാസവുമായി അഥവാ ഇമോഷണൽ ഡെവലപ്മെന്റുമായി. ബി. വൈകാരിക പ്രശ്നങ്ങളുമായി ഇമോഷണൽ പ്രോബ്ലംസ്. സി. വൈകാരിക ക്ഷമതയുമായി ഇമോഷണൽ കോമ്പിറ്റൻസ്. ഡി. ബൗദ്ധിക വികാസവുമായി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഉത്തരം സി ആണ്. വൈകാരിക ക്ഷമതയുമായി ഇമോഷണൽ കോമ്പിറ്റൻസ്. സി ആണ് ഉത്തരം. വൈകാരിക ക്ഷമതയുമായി അഥവാ ഇമോഷണൽ കോമ്പിറ്റൻസ്. 11. പഠന വൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകം ഏതാണ്? പഠന വൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകം ഏതാണ്? Which is the most important cause for learning disability? എ. പാരമ്പര്യ ഘടകങ്ങൾ അഥവാ ജനറ്റിക് ഫാക്ടേഴ്സ്. ബി. പരിസ്ഥിതി ഘടകങ്ങൾ അഥവാ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. സി. ബോധന ഘടകങ്ങൾ അഥവാ പെഡഗോജിക്കൽ ഫാക്ടേഴ്സ്. ഡി.
അഭിപ്രേരണ ഘടകങ്ങൾ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ഉത്തരം എ ആണ്. പാരമ്പര്യ ഘടകങ്ങൾ ജനറ്റിക് ഫാക്ടേഴ്സ്. പഠന വൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകം പാരമ്പര്യ ഘടകമാണ്, അഥവാ ജനറ്റിക് ഫാക്ടേഴ്സ്. എ ആണ് ഉത്തരം. 12. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത? Which of the following is a statement which Skinner's followers would agree? A. സമഗ്രത അതിന്റെ ഘടകങ്ങളെക്കാൾ മഹത്തരമാണ്. The whole is greater than sum of its parts. B. പെരുമാറ്റത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. The goal of behavior is self-actualization. C. പാരമ്പര്യം പരിസ്ഥിതിയേക്കാൾ പ്രധാനമാണ്. Nature is more important than nurture. D. പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും. Behavior can be strengthened through reinforcement. ഉത്തരം ഡി ആണ്. പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും. Behavior can be strengthened through reinforcement. ഡി ആണ് ഉത്തരം. 13. താഴെ പറയുന്നവയിൽ ബി എഫ് സ്കിന്നറിന്റെ സംഭാവന അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ബി എഫ് സ്കിന്നറുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? Which of the following is not a contribution of ബി എഫ് സ്കിന്നർ? എ. പ്രവർത്തന അനുബന്ധനം അഥവാ ഓപ്പറന്റ് കണ്ടീഷനിങ്. ബി. പ്രബലനത്തിന്റെ ഷെഡ്യൂളുകൾ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. സി. പ്രോഗ്രാംഡ് പഠനം അഥവാ പ്രോഗ്രാംഡ് ലേണിംഗ്. ഡി. ഉൾക്കാഴ്ച പഠനം ഇൻസൈറ്റ് ലേണിംഗ്. ഉത്തരം ഡി ആണ്. ഉൾക്കാഴ്ച പഠനം അഥവാ ഇൻസൈറ്റ് ലേണിംഗ്. 14. പെൺകുട്ടികൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു അധ്യാപകൻ പറഞ്ഞ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് പെൺകുട്ടികൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു അധ്യാപകൻ പറഞ്ഞ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഗേൾസ് കുഡ് നോട്ട് ഡു ദിസ് ജോബ്. ദിസ് സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എ മെയിൽ ടീച്ചർ ഇൻഡിക്കേറ്റ്സ് എ. ലിംഗബോധം അഥവാ ജെൻഡർ സെൻസിറ്റിവിറ്റി. ബി. ലിംഗവിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. സി. ലിംഗ മുൻവിധി അഥവാ ജെൻഡർ പ്രെജുഡിസ്. ഡി. ലിംഗ സമത്വം അഥവാ ജെൻഡർ ഈക്വാലിറ്റി. ഉത്തരം സി ആണ്. ലിംഗ മുൻവിധി അഥവാ ജെൻഡർ പ്രെജുഡിസ്. സി ആണ് ഉത്തരം. ചോദ്യം 15. ഒരു കൗമാരക്കാരന്റെ സാമൂഹ്യ വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം ഏതാണ്? ഒരു കൗമാരക്കാരന്റെ സാമൂഹ്യ വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം ഏതാണ്? മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ഇൻ ദി സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് എൻ അഡോളസെന്റ് ഈസ് എ. അധ്യാപകൻ അഥവാ ടീച്ചർ. ബി. സമപ്രായക്കാർ അഥവാ പിയേഴ്സ്. സമപ്രായക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂട്ടുകാർ. സി. രക്ഷിതാക്കൾ അഥവാ പാരന്റ്സ്. ഡി. മാധ്യമങ്ങൾ അഥവാ മീഡിയ. ഉത്തരം ബി ആണ്. സമപ്രായക്കാർ അഥവാ കൂട്ടുകാർ. ഒരു കൗമാരക്കാരന്റെ സാമൂഹ്യ വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം സമപ്രായക്കാരാണ് അഥവാ പിയേഴ്സ് ആണ്. ബി ആണ് ഉത്തരം. ചോദ്യം 16. ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിന്റെ നിർണായക ഘടകം ഏതാണ്? ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിന്റെ നിർണായക ഘടകം ഏതാണ്? ദ മോസ്റ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ ഇൻ ദി അക്കാഡമിക് അച്ചീവ്മെന്റ് ഓഫ് എ ചൈൽഡ് ഈസ് എ. താല്പര്യം അഥവാ ഇൻട്രസ്റ്റ്. ബി. ബുദ്ധി അഥവാ ഇന്റലിജൻസ്. സി. പ്രതീക്ഷാ നിലവാരം ലെവൽ ഓഫ് ആസ്പിരേഷൻ. ഡി. അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ. ഉത്തരം ബി ആണ്. ബുദ്ധി അഥവാ ഇന്റലിജൻസ്. ബി ആണ് ഉത്തരം. ചോദ്യം 17.
വിദ്യാർത്ഥിയുടെ സൃഷ്ടികളുടെ ശേഖരത്തെ വിലയിരുത്താൻ ഉതകുന്ന മൂല്യനിർണയ ഉപാധി. വിദ്യാർത്ഥിയുടെ സൃഷ്ടികളുടെ ശേഖരത്തെ വിലയിരുത്താൻ ഉതകുന്ന മൂല്യനിർണയ ഉപാധി. An evaluation tool used to document students' learning through series of student-developed artifacts is A. Portfolio, B. Rubrics, C. Test, D. Rating scale. ഉത്തരം എ ആണ്, പോർട്ട്ഫോളിയോ. എ ആണ് ഉത്തരം, പോർട്ട്ഫോളിയോ. 18. വിലയിരുത്തലിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത്. വിലയിരുത്തലിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത് എന്താണ്? മാർക്കിംഗ് സ്കീം ഇൻ ഇവാലുവേഷൻ എൻഷുവേഴ്സ് എ. സമഗ്രത, കോംപ്രിഹെൻസീവ്നെസ്, ബി. തിരിച്ചറിയാനുള്ള ശക്തി, ഡിസ്ക്രിമിനേഷൻ പവർ, സി. വ്യക്തിനിഷ്ഠത, സബ്ജക്റ്റിവിറ്റി, ഡി. വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി. ഉത്തരം ഡി ആണ്, വസ്തുനിഷ്ഠത അഥവാ ഒബ്ജക്റ്റിവിറ്റി. വിലയിരുത്തലിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത് വസ്തുനിഷ്ഠതയാണ് അഥവാ ഒബ്ജക്റ്റിവിറ്റിയാണ്. 19. താഴെ പറയുന്നവയിൽ ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? Which of the following statements is not related to constructivism? A. പഠനം ഒരു ചോദക പ്രതികരണ ബന്ധമാണ്. Learning involves an SR connection. B. പഠനം ഒരു സക്രിയ പ്രവർത്തനമാണ്. Learning is an active process. C. പഠനത്തിന് മുന്നനുഭവം ആവശ്യമാണ്. Learning needs previous experience. D. ആന്തരികാഭിപ്രേരണ പഠനത്തിന് അനിവാര്യമാണ്. ആന്തരികാഭിപ്രേരണ പഠനത്തിന് അനിവാര്യമാണ്. Intrinsic motivation is essential for learning. ഉത്തരം എ ആണ്. പഠനം ഒരു ചോദക പ്രതികരണ ബന്ധമാണ്. Learning involves an SR connection. എ ആണ് ഉത്തരം. ചോദ്യം 20. ആൽബർട്ട് ബന്ദൂര നിർദ്ദേശിച്ച സിദ്ധാന്തം ഏതാണ്? ആൽബർട്ട് ബന്ദൂര നിർദ്ദേശിച്ച സിദ്ധാന്തം ഏതാണ്? ആൽബർട്ട് ബന്ദൂര പ്രപ്പോസ്ഡ് ദ തിയറി ഓഫ് എ. പ്രവർത്തന അനുബന്ധനം, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, ബി. പൗരാണിക അനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സി. നിരീക്ഷണ പഠനം അഥവാ ഒബ്സർവേഷണൽ ലേണിംഗ്, ഡി. ജ്ഞാതൃവികാസം അഥവാ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഉത്തരം സി ആണ്, നിരീക്ഷണ പഠനം അഥവാ ഒബ്സർവേഷണൽ ലേണിംഗ്. ആൽബർട്ട് ബന്ദൂര നിർദ്ദേശിച്ച സിദ്ധാന്തമാണ് നിരീക്ഷണ പഠനം അഥവാ ഒബ്സർവേഷണൽ ലേണിംഗ്. സി ആണ് ഉത്തരം. 21. വിമർശനാത്മക ചിന്താ നൈപുണികൾ. വിമർശനാത്മക ചിന്താ നൈപുണികൾ അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് എ. നിർണയിക്കാൻ പറ്റാത്ത അമൂർത്ത കഴിവുകളാണ്. ആർ അബ്സ്ട്രാക്ട് എബിലിറ്റീസ് ദാറ്റ് കാനോട്ട് ബി ഡിറ്റർമിൻഡ്. ബി. പ്രത്യേക ബോധനം നടത്താതെ അനൈച്ഛികമായി വികസിക്കുന്നതാണ്. യൂഷ്വലി ഡെവലപ്പ് സ്പോണ്ടേനിയസ്ലി വിതൗട്ട് എനി ഇൻസ്ട്രക്ഷൻ. സി. ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അനൈച്ഛികമായി വികസിക്കുന്നതാണ്. യൂഷ്വലി ഡെവലപ്പ് സ്പോണ്ടേനിയസ്ലി ത്രൂ കണ്ടന്റ് ഇൻസ്ട്രക്ഷൻ. ഡി. ബോധപൂർവം പഠിപ്പിക്കേണ്ടതുണ്ട്, കാരണം ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അവ പൊതുവെ വികസിക്കുകയില്ല. നീഡ് ടു ബി ടോട്ട് ഡെലിബറേറ്റ്ലി because they often do not develop by themselves with content instruction. ഉത്തരം ഡി ആണ്, ബോധപൂർവം പഠിപ്പിക്കേണ്ടതുണ്ട്, കാരണം ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അവ പൊതുവെ വികസിക്കുകയില്ല. വിമർശനാത്മക ചിന്താ നൈപുണികൾ അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ബോധപൂർവം പഠിപ്പിക്കേണ്ടതുണ്ട്, കാരണം ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അവ പൊതുവെ വികസിക്കുകയില്ല.
ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 22. ശേഖരിക്കപ്പെട്ട ആശയങ്ങൾ ഓർമ്മയിൽ കുറച്ചു കാലത്തേക്ക് നിലനിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ശേഖരിക്കപ്പെട്ട ആശയങ്ങൾ ഓർമ്മയിൽ കുറച്ചു കാലത്തേക്ക് നിലനിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എൻകോഡഡ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി ഓവർ ടൈം ഈസ് എ. സംഭരണം അഥവാ സ്റ്റോറേജ്, ബി. ഡീകോഡിംഗ്, സി. പുനഃസ്മരണ, ഡി. പുനഃസൃഷ്ടി അഥവാ റിട്രീവൽ. ഉത്തരം എ ആണ്, സംഭരണം അഥവാ സ്റ്റോറേജ്. എ ആണ് ഉത്തരം. 23. എറിക് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ ഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈമറി വിദ്യാർത്ഥി ഏത് ഘട്ടത്തിലായിരിക്കും? എറിക് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ ഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈമറി വിദ്യാർത്ഥി ഏത് ഘട്ടത്തിലായിരിക്കും? അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ, ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് വിൽ ബി എ പ്രൈമറി സ്കൂൾ ചൈൽഡ്? എ. വിശ്വാസവും അവിശ്വാസവും, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ബി. ഊർജ്ജസ്വലതയും അപകർഷതയും, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. സി. ആഴത്തിലുള്ള അടുപ്പവും ഒറ്റപ്പെടലും, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഡി. മുൻകൈയെടുക്കലും കുറ്റബോധവും, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ഉത്തരം ബി ആണ്, ഊർജ്ജസ്വലതയും അപകർഷതയും, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ബി ആണ് ഉത്തരം. 24. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സെലക്ട് ദ പെയർ വിച്ച് ഈസ് നോട്ട് കറക്റ്റ്. എ. ധാർമ്മിക വികാസം സംബന്ധിച്ച സിദ്ധാന്തം, കോൾബർഗ്, തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, കോൾബർഗ്. ബി. വൈജ്ഞാനിക വികാസ സിദ്ധാന്തം, ജീൻ പിയാഷെ, തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ജീൻ പിയാഷെ. സി. അഭിപ്രേരണ സിദ്ധാന്തം, അബ്രഹാം മാസ്ലോ, തിയറി ഓഫ് മോട്ടിവേഷൻ, അബ്രഹാം മാസ്ലോ. ഡി. പഠനശ്രേണി സിദ്ധാന്തം, ജെ. എസ്. ബ്രൂണർ, തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ജെ. എസ്. ബ്രൂണർ. ഇതിൽ തെറ്റായ ജോഡി ഏതാണ് എന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഉത്തരം ഡി ആണ്, പഠനശ്രേണി സിദ്ധാന്തം. പഠനശ്രേണി സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ജെ. എസ്. ബ്രൂണർ എന്നത് തെറ്റായ ജോഡിയാണ്. അപ്പോൾ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 25. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? എ. പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ്. മെച്ചുറേഷൻ ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. ബി. പഠനം പരിപക്വനത്തിന് മുൻ ഉപാധിയാണ്. ലേണിംഗ് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ മെച്ചുറേഷൻ. സി. പരിപക്വനം ഒരു ആർജിത പെരുമാറ്റമാണ്. മെച്ചുറേഷൻ ഈസ് എ ലേൺഡ് ബിഹേവിയർ. ഡി. പഠനവും പരിപക്വനവും പരസ്പര വിരുദ്ധമാണ്. ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ കോൺട്രാഡിക്ടറി ടു ഈച്ച് അതർ. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം എ ആണ്, പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ്. മെച്ചുറേഷൻ ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. എ ആണ് ഉത്തരം. ചോദ്യം 26. ഒരു തത്വത്തെ സംബന്ധിച്ച് കുറെ ഉദാഹരണങ്ങൾ നൽകിയ ശേഷം അധ്യാപിക കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു. ഈ സമീപനത്തിന് പറയാവുന്നത്? ഒരു തത്വത്തെ സംബന്ധിച്ച് കുറെ ഉദാഹരണങ്ങൾ നൽകിയ ശേഷം അധ്യാപിക കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു. ഈ സമീപനത്തിന് പറയാവുന്നത്? എ ടീച്ചർ ആസ്ക്സ് ചിൽഡ്രൻ ടു റീച്ച് ടു എ കൺക്ലൂഷൻ ആഫ്റ്റർ ഗിവിംഗ് എ സീരീസ് ഓഫ് എക്സാമ്പിൾസ് ഓഫ് എ പ്രിൻസിപ്പിൾ. ദിസ് അപ്രോച്ച് ക്യാൻ ബി ടേംഡ് ആസ് എ. നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് അപ്രോച്ച്. ബി. ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് അപ്രോച്ച്. സി. ഉൾക്കാഴ്ച രീതി അഥവാ ഇൻസൈറ്റ്ഫുൾ അപ്രോച്ച്. ഡി. ആഗമന നിഗമന രീതി ഇൻഡക്റ്റോ ഡിഡക്റ്റീവ് അപ്രോച്ച്. ഉത്തരം ബി ആണ്, ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് അപ്രോച്ച്. ബി ആണ് ഉത്തരം.
27. ഒരു പഠിതാവിന്റെ പഠന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ്? ഒരു പഠിതാവിന്റെ പഠന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ്? വാട്ട് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഐഡന്റിഫൈസ് ലേണിംഗ് ഡെഫിഷ്യൻസീസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ലേണേഴ്സ്? എ. സ്ഥാനം നൽകാനുള്ള മൂല്യനിർണയം, പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. ബി. സംരചന മൂല്യനിർണയം, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. സി. നിദാന ശോധകം, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഡി. ആത്യന്തിക മൂല്യനിർണയം, സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഉത്തരം സി ആണ്, നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. സി ആണ് ഉത്തരം. 28. ബൗദ്ധിക പിന്നോക്കാവസ്ഥയും പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവും ആരുടെ പ്രത്യേകതകളാണ്? ബൗദ്ധിക പിന്നോക്കാവസ്ഥയും പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവും ആരുടെ പ്രത്യേകതകളാണ്? ഇന്റലക്ച്വൽ ബാക്ക്വേർഡ്നെസ് ആൻഡ് ലാക്ക് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ. പഠന വൈകല്യമുള്ളവരുടെ, ലേണിംഗ് ഡിസാബിൾഡ്. ബി. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ, മെന്റലി ചലഞ്ചഡ്. സി. പ്രതിഭാശാലികളുടെ, ഗിഫ്റ്റഡ്. ഡി. ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ, ഫിസിക്കലി ചലഞ്ചഡ്. ഉത്തരം ബി ആണ്, മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ, മെന്റലി ചലഞ്ചഡ്. ബൗദ്ധിക പിന്നാക്കാവസ്ഥയും പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവും മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പ്രത്യേകതകളാണ്. ബി ആണ് ഉത്തരം. ചോദ്യം 29. താഴെ പറയുന്നവയിൽ സർഗപരതയുള്ള കുട്ടിയുടെ പ്രത്യേകത അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ സർഗപരതയുള്ള കുട്ടിയുടെ പ്രത്യേകത അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ്? എ. ആശയങ്ങളിലും പ്രകടനങ്ങളിലുമുള്ള തനിമ, ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ. ബി. പ്രശ്നങ്ങളോടുള്ള ഉയർന്ന സംവേദനക്ഷമത, ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി ടു പ്രോബ്ലംസ്. സി. ചിന്തയിലും പ്രകടനങ്ങളിലുമുള്ള ദൃഢത, റിജിഡിറ്റി ഇൻ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. ഡി. ഔത്സുക്യവും അന്വേഷണത്വരയും, ക്യൂരിയസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ്. ഉത്തരം സി ആണ്, ചിന്തയിലും പ്രകടനങ്ങളിലുമുള്ള ദൃഢത, റിജിഡിറ്റി ഇൻ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. സി ആണ് ഉത്തരം. ചോദ്യം 30. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് എഴുതേണ്ടത്. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. എ. വികാസം സൂക്ഷ്മതയിൽ നിന്നും പൊതുവായതിലേക്ക് എന്ന ക്രമത്തിലാണ്. വികാസം സൂക്ഷ്മതയിൽ നിന്നും പൊതുവായതിലേക്ക് എന്ന ക്രമത്തിലാണ്. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ബി. വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെന്റ് ഈസ് പ്രഡിക്റ്റബിൾ. സി. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. ഡി. വികാസം അനുസ്യൂതമാണ്. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. ഉത്തരം എ ആണ്, വികാസം സൂക്ഷ്മതയിൽ നിന്നും പൊതുവായതിലേക്ക് എന്ന ക്രമത്തിലാണ്. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ഇതാണ് ചോദ്യത്തിന്റെ ഉത്തരം, അഥവാ തെറ്റായ പ്രസ്താവന അതാണ്. ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. പൊതുവായതിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് അഥവാ ജനറൽ ടു സ്പെസിഫിക് എന്നതാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ എ എന്ന പ്രസ്താവന തെറ്റാണ്. എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം.